നമ്മൾ പണ്ട് കാലത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ മനുഷ്യർ ഈ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ് ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ്? നമ്മൾ എന്താണ് വേട്ടയാടി ഓരോ വസ്തുക്കൾ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഇതെല്ലാം സ്വരുക്കൂട്ടി നമ്മൾ ജീവിക്കുന്ന ഒരു കൂട്ടമായിരുന്നു. ഇതൊരു റിസ്ക് പിടിച്ച പരിപാടിയല്ലേ. അതായത് നമ്മൾ വെളിയിൽ പോയി വേട്ടയാടാൻ പോകുമ്പോൾ നമുക്ക് ജീവനോടെ തിരിച്ചു വരാമെന്നുള്ളൊരു ഒരു ഉറപ്പൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾക്ക് നമ്മൾ താമസിക്കുന്ന വീടിന് ചുറ്റും അല്ലെങ്കിൽ നമ്മളുടെ ഗുഹയ്ക്ക് ചുറ്റുമൊക്കെ എന്ത് ചെയ്തു, ഈ ചെടികളെയും മൃഗങ്ങളെയെല്ലാം വളർത്താൻ തുടങ്ങി. അങ്ങനെ ഒരു ഏകദേശം ഒരു 11,000 BC ഈ സമയമായപ്പോഴത്തേനും നമുക്ക് എന്താണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞുള്ള ഒരു പ്രോസസ്സിലോട്ട് നമ്മൾ കടക്കുകയും ഇങ്ങനെയുള്ള ഒരു ഷിഫ്റ്റിനെ നമ്മൾ നിയോലിത്തിക് റെവല്യൂഷൻ എന്നെല്ലാം പറഞ്ഞു. അപ്പം ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ചെടികളെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ചെടികളെ വളർത്താനും പ്രത്യുൽപാദനം ചെയ്യിപ്പിക്കാനും തുടങ്ങി. അപ്പോൾ എന്താണ് പ്ലാൻ പ്രൊപ്പഗേഷൻ? പ്ലാൻ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു നിലവിലുള്ള ഒരു ചെടിയിൽ നിന്നും വേറൊരു ചെടിയെ ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രോസസ്സിനെയാണ് പ്ലാൻ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആർട്ടാണ്, സയൻസാണ് അല്ലേ. കാരണം എന്താണ് ആർട്ട് എന്ന് പറയാൻ കാരണം എന്താണ്, ഇതിനെ ഒന്ന് പർട്ടിക്കുലറായിട്ടൊന്ന് ഡിസൈൻ ചെയ്യണം. പിന്നെന്താണ് സയൻസ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ അകത്ത് ഒരു നോളജ് വേണം, സ്കില്ല് വേണം, മനുഷ്യൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം, പിന്നെ എന്താണ് എക്സ്പീരിയൻസ് വേണം. എന്നാലേ ഒരു സക്സസ്ഫുള്ളായിട്ട് നമുക്ക് പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ജനറലായിട്ട് നോക്കുവാണെങ്കിൽ യൂഷ്വലി പ്രകൃതിയിൽ ഒരു വിത്ത് വരുന്നു, ആ വിത്തിൽ നിന്ന് ഒരു ചെടി വരുന്നു അല്ലേ. ആ വിത്തിൽ നിന്ന് ചെടി മുളച്ച് വരുന്നു. ആ പ്രക്രിയയെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. കാരണം ഇവിടെ എന്താണ്, വിത്ത് എന്ന് പറയുന്നത് ഒരു സെക്ഷൽ മെത്തേഡിൽ വരുന്ന ഒരു പ്രൊപ്പഗ്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ആ അങ്ങനെയുള്ള കിട്ടുന്ന പ്ലാന്റിൽ നിന്ന് നമ്മൾ വേറൊരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. അപ്പോൾ രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ വരുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീഡിൽ നിന്ന് നമ്മൾ പുതിയൊരു ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു നിലവിലുള്ള ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്ന വിത്തോ അല്ലെങ്കിൽ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഒരു റീറ്റെയിലറിൽ നിന്ന് നമുക്ക് വിത്ത് ഡയറക്റ്റായിട്ട് വാങ്ങിക്കാനോ പറ്റും. ഇങ്ങനെയുള്ള വിത്തുകളെ നമ്മൾ മണ്ണിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീഡിയത്തിൽ കുഴിച്ചിട്ട് വെള്ളമൊഴിച്ച് നമ്മൾ ജെർമിനേറ്റ് ചെയ്യിച്ച് ആ ജെർമിനേറ്റ് ചെയ്യുന്ന സീഡിനെ എടുത്ത് നമ്മൾ പുതിയൊരു ലാർജർ ഫീൽഡിലോട്ടോ പോട്ടിലോട്ടോ ഒക്കെ മാറ്റി വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സീഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ സീഡ് പ്രൊപ്പഗേഷനുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്താണ് ജനറലായിട്ട് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അല്ലേ. ഇതിൻ്റെ അകത്ത് എന്താണ് സീഡ് കിട്ടാൻ എളുപ്പമാണ്. പിന്നെന്താണ് പുതിയ പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ കാണും. അതായത് ഇതിൻ്റെ അകത്ത് എന്താണ് കോസ്റ്റ് എഫക്റ്റീവാണ്. ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഓരോ വിത്തും ജനിതകമായിട്ട് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസീസ് എല്ലാം ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് സീഡെന്ന് പറയുന്നത് റെഡിലി അവൈലബിൾ ആണ്. ഇതിൻ്റെ നമ്മൾ ഇത് വിതയ്ക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സ്ഥലം വളരെ പരിമിതമായിട്ട് മതി. പിന്നെന്താണ് ഈ സീഡിനെ സ്റ്റോർ ചെയ്യാൻ എളുപ്പമാണ്. ഇത് ഉണ്ടാകുന്ന ചെടികളായിക്കോട്ടെ നല്ല ഗുണമേന്മയുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചെടികളായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെന്താണ് ചില പ്ലാന്റുകൾക്ക് വേറൊരു രീതിയിലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല, സീഡ് വെച്ച് മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് എന്നും പോലുള്ള ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സീഡ് കൊണ്ട് മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പരാഗണമാണ്. അതായത് പരാഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പൂമ്പൊടി മറ്റേ ഫ്ലവറിൽ പോയി ഫ്ലവറിൻ്റെ എന്താണ് സ്റ്റിഗ്മയിൽ പോയി ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ആ പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഇത് ഒരേ ചെടിയിൽ നിന്ന് നടക്കാം, വേറെ രണ്ട് ചെടികൾക്കിടയിൽ നടക്കാം. അങ്ങനെ വേറെ രണ്ട് ചെടികൾക്കിടയിൽ നടക്കുന്ന ക്രോസ് പോളിനേഷൻ ഒരു പ്രശ്നമാണ്. കാരണം നമുക്ക് യഥാർത്ഥ ഗുണമുള്ള ആ ചെടിയെ നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ക്രോസ് പോളിനേഷൻ കിട്ടാത്ത വഴി എന്താണ് ട്രൂ ടൈപ്പ് ആയിട്ടുള്ള ചെടികളെ നമുക്ക് കിട്ടില്ല. പിന്നെന്താണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അല്ലേ. ഒരു വിത്തിട്ടിട്ട് അത് മുളച്ച് വന്ന് മരമായി, മരത്തിൽ നിന്ന് മാങ്ങ കിട്ടാൻ നല്ല താമസമല്ലേ. പക്ഷേ അത് ഒരു പ്രശ്നമാണ്. പിന്നെ ചില സീഡാണെങ്കിൽ
ജെർമിനേറ്റ് ചെയ്യാൻ പാടുള്ള സീഡായിരിക്കും, അല്ലെങ്കിൽ ജെർമിനേഷൻ നടക്കാറില്ല, വയബിൾ ആയിരിക്കില്ല. അപ്പം എല്ലാ ഇടത്തിലും ഒരേപോലെ അത് വയബിൾ ആവാനുള്ള സാധ്യതയില്ല. മണ്ണിനനുസരിച്ച് ചിലപ്പോൾ ഇത് മുളയ്ക്കാണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചില സീഡ്സ് ആണെങ്കിൽ കുറേ ഹാർഡായിരിക്കും, അതിൻ്റെ സീഡിൻ്റെ കവറിങ് ഒക്കെ ഹാർഡായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ജെർമിനേറ്റ് ചെയ്ത് എടുപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണം. അതായത് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം, അല്ലേ? നമ്മൾ ചില ചെടികളൊക്കെ മുളപ്പിക്കാനായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സീഡ് കോട്ടൊക്കെ ഒന്ന് ചിരണ്ടി വിടണം. ഇങ്ങനെയൊക്കെ കുറേ പ്രോസസ്സ് വരുന്നുണ്ട്. പിന്നെ എന്താണ് ഇതിൻ്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്മച്വർ ഫേസ് ഉണ്ടാവും, അല്ലേ? അതായത് ഈ സീഡ് ജെർമിനേറ്റ് ചെയ്ത് വിളവെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സീഡ്ലിംഗ് എന്നും പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ടാവും. അതൊരു ഇമ്മച്വർ ഫേസാണ്. ഇവിടെ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ആനിമൽസ് എല്ലാം അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ചെറിയ ചെറിയ കീടാണുക്കളൊക്കെ വരാം, അല്ലേ? ഇത് അങ്ങനെ ഒരു ഫേസ് ഉണ്ട്. പിന്നെ എന്താണ്, പോളിനേഷൻ ഇല്ലെങ്കിൽ വിത്ത് ഉണ്ടാകത്തുമില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ്, ഒരു നിലവിലുള്ള ഒരു ചെടിയിൽ നിന്ന് വേറൊരു ചെടിയെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്യാമീറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു അണ്ടവും ബീജവും ഇവിടെ കാണത്തില്ല. അത് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ പോകാണ്ട് നമുക്ക് എന്താണ് സീഡ് അല്ലാണ്ട് ബാക്കി എല്ലാ പാർട്ടിനെയും നമുക്ക് ഉപയോഗിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാം. അതിൽ കുറേ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് എടുത്തിട്ട്, അല്ലേ? റൂട്ട് ചില ചെടികളിൽ, കറിവേപ്പ് പോലുള്ള ചെടികളിൽ നമുക്ക് റൂട്ട് വെട്ടി മണ്ണിൻ്റെ അകത്തിട്ട് കഴിഞ്ഞാൽ ആ റൂട്ടിൽ നിന്ന് നമുക്ക് എന്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് സ്വീറ്റ് പൊട്ടറ്റോ ആയിക്കോട്ടെ, ഇതിൻ്റെ റൂട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ റൈസോം, ജിഞ്ചറിൻ്റെ ഒരു സ്റ്റെം മോഡിഫിക്കേഷനാണ് റൈസോം. പൊട്ടറ്റോ, അല്ലേ? ഉരുളക്കിഴങ്ങ് ചുമ്മാ നിലത്ത് ഇട്ട് കഴിഞ്ഞാൽ, മണ്ണിലിട്ട് കഴിഞ്ഞാൽ അത് മുളച്ച് വരുന്നത് നമുക്ക് കാണാം. പിന്നെ ലീഫ്, ബ്രയോഫില്ലം പോലുള്ള ചെടികളിലെ ലീഫ്, ഒണിയൻ്റെ ബൾബ്സ്, റണ്ണേഴ്സ്, ഒക്സാലിസിൻ്റെ റണ്ണേഴ്സ്, പിന്നെ ഈ മിൻറ്റിൻ്റെ സക്കർ എന്ന് പറയുന്ന പാട്ട്, ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് പുതിയൊരു ചെടിയെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ആർട്ടിഫിഷ്യൽ മെത്തേഡും ഉണ്ട്, നാച്ചുറൽ മെത്തേഡും ഉണ്ട്. ഈ നാച്ചുറൽ മെത്തേഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നിലവിൽ പ്രകൃതിയിലുള്ള ഒരു സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് മെത്തേഡാണ്. അതായത് ചെടികൾ സ്വന്തമായിട്ട് രീതിയിൽ ഇങ്ങനെ ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ടുള്ള രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടി, ഈ ബന്ദിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ എവിടെയെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ ആ മണ്ണുമായിട്ട് മുട്ടുന്ന സ്ഥലത്ത് എന്താ ചെയ്യും, ഒരു റൂട്ടൊക്കെ വന്ന് പുതിയ ചെടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എന്താണ് പ്രകൃതിയിൽ കാണുന്ന രീതിയിലുള്ള എന്താണ് ഒരു രീതിയിൽ നടക്കുന്ന ഇതാണ് പ്രകൃതിയിൽ നടക്കുന്ന ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനാണ് നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചെടികളുടെ ഈ ഒരു പ്രൊപ്പഗേഷൻ പ്രോപ്പർട്ടിയെ യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് ആർട്ടിഫിഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ജനറേഷൻ ആൻഡ് കൾച്ചറിങ് ഓഫ് പ്ലാന്റ്സ് ത്രൂ മാൻ മെയ്ഡ് മെത്തഡോളജി, അല്ലേ? അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻസ്. അതായത് നമ്മളുടെ ഒരു ഇടപെടൽ മൂലം, അല്ലെങ്കിൽ നമ്മളുടെ മെത്തേഡ്സ് എല്ലാം ഉപയോഗിച്ച് ഒരു ചെടിയെ എസെൻഷ്യലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ല ആർട്ടിഫിഷ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഓഫ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് 3-4 തരമുണ്ട്. ഒന്ന് ബഡ്ഡിങ് ഉണ്ട്, അതായത് ഒരു ബഡ് മുകുളങ്ങളെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബഡ്ഡിങ് ചെയ്യാൻ പറ്റും. ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, 2 പ്ലാന്റ്സിനെ തമ്മിൽ കൂട്ടിച്ചേർത്ത്, എന്താണ് കേമ്പിയോ എന്ന് പറയുന്ന ഒരു ടിഷ്യൂ ഉണ്ട്, അത് മുഖാന്തരം കൂട്ടിച്ചേർത്ത് നമുക്ക് ഒരു പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കാം. പിന്നെ ലെയറിംഗ് ഉണ്ട്, കട്ടിംഗ് ഉണ്ട്, മൈക്രോ പ്രൊപ്പഗേഷൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോണിനെ ഉണ്ടാക്കണം. ക്ലോണിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതേ പതിപ്പ്, ഇപ്പോൾ ഒരു പേരൻ്റ് പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ അതേ പതിപ്പിനെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ക്ലോണിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്ലോണിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും. അപ്പോൾ എന്താണ് ഗുണം, അതിൻ്റെ അകത്ത് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മദർ പ്ലാന്റിൻ്റെ അതേ ക്യാരക്ടേഴ്സ് ആയിരിക്കും കിട്ടുന്ന ഓഫ് സ്പ്രിങ് പ്ലാന്റ് അല്ലെങ്കിൽ പുതിയ പ്ലാന്റിന് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ജനറ്റിക് മിക്സപ്പ് അവിടെ നടക്കുന്നില്ല.
അപ്പോൾ എന്താണ് ഇതിൻ്റെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ ഒരു എബിലിറ്റി ഉണ്ടല്ലോ പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കാൻ. അത് ഏത് വഴിയാണ്? ബഡ്, വാസ്കുലാർ കേംബിയം, ടോട്ടി പൊട്ടൻസി, ഇങ്ങനെയൊക്കെ കുറേ ഫിനോമിനൻ വഴി അത് എന്താണ് വിത്തില്ലാണ്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ചൂഷണം ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നത് ഒരു ഹൈബ്രിഡ് പ്ലാന്റ് ആയിരിക്കും, അല്ലേ? ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഹൈബ്രിഡ് പ്ലാന്റിനെ ഉണ്ടാക്കാം. ഡിഫറെൻറ്റ് ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹൈബ്രിഡ് പ്ലാന്റ് ഉണ്ടാക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പല കളറിലുള്ള പൂക്കളുണ്ടാകുന്ന ചെടികളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ആർട്ടിഫിഷ്യൽ മെത്തേഡ് വഴിയാണ്, ആർട്ടിഫിഷ്യൽ പ്രൊപ്പഗേഷൻ വഴിയാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സാണ് കട്ടിങ്. നമ്മൾക്ക് ഇനി ഓരോന്ന് വെച്ച് നമുക്കൊന്ന് മുന്നോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സാണ് കട്ടിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റ് പാർട്ടിനെ കട്ട് ചെയ്തിട്ട് അത് മണ്ണിൽ വെച്ച് വളർത്തുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് യൂഷ്വലി അതിൻ്റെ അകത്ത് സ്റ്റെം, ലീഫ്, റൂട്ട് ഇതിനെല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കട്ടിങ് രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കട്ടിങ്ങിൻ്റെ അകത്ത് മണ്ണിൽ വെക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെടുക്കുന്ന ഈ തണ്ടിന് ഒരു റൂട്ട് വരണം, അല്ലേ? ചെടികൾക്ക് അതൊരു അത്യാവശ്യ ഘടകമല്ലേ റൂട്ട്. മണ്ണിൽ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം വലിച്ചെടുക്കണം, അല്ലേ? പിന്നെ ഒരു സപ്പോർട്ട് വേണം, ആങ്കറേജ് വേണം, മിനറൽസ് വലിച്ചെടുക്കണം. ഇതിനെല്ലാം അത്യാവശ്യമായിട്ട് നമുക്ക് റൂട്ടിൻ്റെ ആവശ്യമുണ്ടായിരിക്കും, അല്ലേ, പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ റൂട്ട് വളർത്തുകയാണ് നമ്മളുടെ ആദ്യത്തെ ലക്ഷ്യം. ആ റൂട്ടിൽ നിന്ന് പുതിയ റൂട്ട് വേര് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ പ്ലാന്റ് അവിടെ വരുമെന്നാണ് നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ചില ഹോർമോൺസ് അല്ലെങ്കിൽ എന്താണ് കെമിക്കൽസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, പ്ലാന്റിൽ കാണുന്ന കെമിക്കലിനെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട്, ഓക്സിൻസ് പോലുള്ള കെമിക്കലിനെ അല്ലെങ്കിൽ അതിനെ മിമിക് ചെയ്യുന്ന കെമിക്കലിനെ എല്ലാം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിനെ റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ കട്ടിങ്ങിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ജനിതകമായിട്ട് സാമ്യമുള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമുക്ക് അല്ലെങ്കിൽ ക്ലോൺസിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ് വഴി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ടുള്ളൊരു പ്രോസസ്സായിരിക്കും, അല്ലേ? പിന്നെ എന്താണ് നമ്മൾ ഒരു ചെടിയിൽ നിന്ന് ഒരു കട്ടിങ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ചെടിയുടെ ക്യാരക്ടറായിരിക്കും ഓരോ പുതിയ പ്ലാന്റും ആ കട്ടിങ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ പുതിയ പ്ലാന്റിലും കാണുന്നത്. പിന്നെ എന്താണ് സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ വിത്ത് മുളയ്ക്കാനുള്ള കാലതാമസത്തെയാണ് ഡോർമൻസി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതെന്താണ് കോസ്റ്റ് എഫക്റ്റീവാണ്, അല്ലേ? ഒരു നല്ലൊരു വിളവുള്ള ഒരു ചെടിയുടെ സ്റ്റെമ്മ് കിട്ടുവാണെങ്കിൽ അതിന് പല മടങ്ങായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല ഈ കട്ടിങ് വെച്ച്. അപ്പം ഇങ്ങനെ ഉള്ള അഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഈ കട്ടിങ് വഴി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കട്ടിങ്ങിൻ്റെ അകത്ത് നമുക്ക് പല രീതിയിൽ നമുക്ക് കട്ടിങ് ചെയ്യാം. സ്റ്റെം കട്ടിങ് ഉണ്ട്, ലീഫ് കട്ടിങ് ഉണ്ട്, റൂട്ട് കട്ടിങ് ഉണ്ട്, പിന്നെ ബഡ് അല്ലെങ്കിൽ ഐ കട്ടിങ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് സ്റ്റെം കട്ടിങ്ങിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു സ്റ്റെമ്മിനെ എടുത്തിട്ട് ഒരു സ്റ്റെമ്മിനെ കട്ട് ചെയ്തെടുക്കുന്നു. ആ ഇതിവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി വരച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ലീഫെല്ലാം നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് അതിനെ നമ്മളൊരു റൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ഹോർമോണിലോട്ട് മുക്കിയിട്ട് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ നേരെ ഒരു മണ്ണിലോട്ട് ഇറക്കി വെക്കുകയും ഇവിടെ വൺസ് റൂട്ട് മുളയ്ക്കുമ്പോഴത്തേനും അല്ല റൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ കട്ടിങ്ങിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെയുള്ള ഈ പ്രോസസ്സിനെയാണ് സ്റ്റെം കട്ടിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു തണ്ടിനെ ഉപയോഗിച്ചുകൊണ്ട് തണ്ടിനെ കട്ടിങ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രക്രിയയാണ് സ്റ്റെം കട്ടിങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ലീഫ് കട്ടിങ് ആണ്. അതേ പ്രോസസ്സ് തന്നെ എന്താണ് നമ്മൾ ഇവിടെ എന്താണ് ചില പ്ലാന്റുകൾക്ക് ഈ ആഫ്രിക്കൻ വയലറ്റ്, സ്നേക്ക് പ്ലാന്റ് ഇങ്ങനെയുള്ള പ്ലാന്റിനൊക്കെ എന്താണ് ഒരു ഗുണമുള്ളത്, അതിൻ്റെ ലീഫിൽ നിന്ന് പുതിയൊരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ലീഫിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ മണ്ണിൽ വെച്ചിട്ട് അതിൻ്റെ നിന്ന് പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ലീഫ് കട്ടിങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റൂട്ട് കട്ടിങ് ഉണ്ട്. റൂട്ട് കട്ടിങ്ങിലും ഇതേപോലെ കറിവേപ്പൊക്കെ പോലെ നമ്മൾ എന്ത് ചെയ്യും, കറിവേപ്പിലൊക്കെ എന്ത് ചെയ്യും, നമുക്ക് നിങ്ങൾ കറിവേപ്പിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ല, ഒരുപാട് കുഞ്ഞു കുഞ്ഞു കറിവേപ്പിൻ്റെ തൈകൾ ഇങ്ങനെ മുളച്ച് വരുന്നത്. അത് എവിടെ നിന്ന് മുളച്ച് വരുന്നത്, വിത്ത് വഴിയല്ല,
അതിൻ്റെ റൂട്ട് പൊട്ടിമുളച്ച് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ഒരു മണ്ണിലോട്ട് മാറ്റി വെച്ച് കറക്റ്റ് സൈസിൽ കട്ട് ചെയ്ത് മണ്ണിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ടിൽ നിന്നും നമുക്ക് പുതിയ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ബഡ് അല്ലെങ്കിൽ ഐ കട്ടിങ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകുളങ്ങളിലെ ബഡ് എന്ന് വിളിക്കും. അതായത് പുതിയൊരു ലീഫ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് വരാൻ പ്ലാന്റിൻ്റെ ഒരു ഏരിയയാണ് സഹായിക്കുന്ന ഒരു ഏരിയയാണ് ബഡ് അല്ലെങ്കിൽ മുകുളങ്ങളെന്ന് പറയും. ഈ മുകുളങ്ങളുള്ള ഭാഗത്തെ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പുതിയൊരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ജനറലി ഇത്രയാണ് നമുക്ക് ഈ സ്റ്റെം കട്ടിങ്ങിൽ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കട്ടിങ്സിൻ്റെ അകത്ത് വരുന്നതിൽ ഇത്രയാണ് കട്ടിങ്സിൻ്റെ അകത്ത് വരുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഈ കട്ടിങ്സിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് വരണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ റൂട്ട് വരാൻ വന്നു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആകും കട്ടിങ്. ഇത് വരാണ്ടിരിക്കാൻ പല കാരണങ്ങൾ അല്ലെങ്കിൽ ചില ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ റൂട്ടിങ് നടക്കുന്നത്. ഒന്നെന്താണ്, ഒരു പ്ലാൻ സെലക്ഷനാണ്. നമുക്കിപ്പോൾ എടുക്കുന്ന ആ കട്ടിങ്സ് ഒരു രോഗമുള്ള അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ അത് നമുക്കത് എഫക്റ്റീവായിട്ട് റൂട്ടിങ് വരാനുള്ള സാധ്യത കുറവായിരിക്കും അല്ലേ. രോഗമുള്ളത് എന്താണ്, നമ്മൾ മണ്ണിൽ വെക്കാൻ നേരത്തെ രോഗം അതിനെ നശിപ്പിച്ച് കളയും, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. പിന്നെ എന്താണ് കട്ടിങ് പൊസിഷൻ, നമ്മൾ ഏത് സമയത്ത് ഏത് സ്റ്റേജിലാണ് കട്ടിങ് ചെയ്യുന്നതെന്ന്. അതായത് ഇപ്പം യൂഷ്വലി എന്താണ് ആയിട്ടുള്ള ഒരു സ്റ്റെം എടുക്കുകയാണെങ്കിൽ അത് വിഗറസ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിഗറസ് ഗ്രോത്തുള്ള സ്റ്റെമ്മൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് കട്ടിങ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ എന്താണ് മോയ്സ്ചർ, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ലൈക്ക് മോയ്സ്ചർ, ടെമ്പറേച്ചർ, ലൈറ്റ്, ഹ്യൂമിഡിറ്റി, ഇതെല്ലാം എന്താണ് റൂട്ടിങ്ങിനെ അഫക്റ്റ് ചെയ്യാം. പിന്നെ എന്താണ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്. അതല്ലേ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് ഈ റൂട്ടിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ റൂട്ടിങ് വരാനുള്ള സാധ്യത കുറഞ്ഞു പോകും. പിന്നെ എന്താണ് ഗ്രോയിങ് മീഡിയ, നമ്മൾ കട്ടിങ് ഉപയോഗിക്കുന്ന മീഡിയ എത്രത്തോളം നല്ലതാണെന്നതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും റൂട്ട് വരുന്നത്. അതായത് വെൽ ഡ്രെയിൻഡ് ആയിരിക്കണം അല്ലെ, അതിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല, എയറേഷൻ ഉണ്ടായിരിക്കും, നല്ല രീതിയിൽ എയർ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ചിലപ്പോൾ നമുക്ക് ഈ സോയിൽലെസ് മീഡിയ എന്ന് പറയുന്നത്, അതായത് ഈ കൊക്കോപീത്ത് പോലുള്ള ചകിരിച്ചോറിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, പാകുന്ന വഴി നമുക്കിതിനെ റൂട്ട് പ്രൊമോഷൻ കൂടുതലായിട്ട് വരാൻ പറ്റും. പിന്നെ വാട്ടറിങ് പ്രാക്ടീസ്, നമുക്ക് ഓവർ വാട്ടർ ചെയ്യാനും പറ്റില്ല, പക്ഷേ ഡ്രൈ ആക്കി വിടാനും പറ്റില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചർ ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ അവൈലബിലിറ്റിയാണ്. പ്രോപ്പറായിട്ടൊരു എയറേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും ഈ റൂട്ടിൻ്റെ ഫോർമേഷന്. പിന്നെ വരുന്നത് ബഡ്ഡിങ് ആണ്. ബഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇനാക്റ്റീവ് ഗ്രൂപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കണ്ടിന്യൂസ് ആയിട്ട് പുതിയ കോശങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ക്ഷമതയുള്ള ഒരു കൂട്ടം കോശങ്ങളെയാണ് നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് അല്ലേ. അതിൽ നിന്ന് നമുക്ക് പുതിയ തണ്ട്, ഫ്ലവർ, ലീഫ്, ഷൂട്ട് ഇതൊക്കെ വരാനുള്ള ഇതുണ്ട്. അപ്പോൾ 3 തരത്തിലുള്ള ബഡ്ഡുകളുണ്ട്. ഒന്ന് എപ്പിക്കൽ ബഡ്ഡുണ്ട്, അത് നമ്മുടെ ചെടിയുടെ ഏറ്റവും അറ്റത്ത് അത് നീളത്തിൽ വളരാൻ സഹായിക്കുന്ന ഒരു എപ്പിക്കൽ ബഡ് ഉണ്ടാവും. പിന്നെ ആക്സിലറി ബഡ്ഡുണ്ട്, അതായത് ബ്രാഞ്ചൊക്കെ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ആക്സിലറി ബഡ് കാണും അല്ലേ. അതെന്താ ആക്സിലറി ബഡ് എന്ന് വിളിക്കാൻ കാരണം സ്റ്റെമ്മിൻ്റെ ലീഫിൻ്റെ ഇടയ്ക്കുള്ള ആക്സിസിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് ആക്സിലറി ബഡ് എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നത് അഡ്വൻറ്റേഷ്യസ് ബഡാണ്, അതായത് എപ്പിക്കൽ ബഡും ആക്സിലറി ബഡും അല്ലാണ്ട് ഏതൊരു ബഡ് ഉണ്ടായാലും അതിന് ആക്സിലറി ബഡ് എന്ന് പറയും. ഈ ബ്രയോഫിലത്തിൻ്റെയൊക്കെ ലീഫിലൊക്കെ വരുന്ന ബഡിനെ നമുക്ക് ആക്സിലറി ബഡ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഡിനെ എടുത്ത് നമുക്കൊരു വേറൊരു പ്ലാന്റിലോട്ട് ഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കേംബിയോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ട്. അത് തമ്മിലുള്ള ഒരു യൂണിയനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ എന്താണ് ഈ കേംബിയോ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ല് പ്രൊഡ്യൂസ് ചെയ്യാൻ ക്ഷമതയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വശത്ത് നിന്ന് ഒരു പ്ലാന്റിൽ ഒരു കേംബിയോവും മറ്റൊരു കേംബിയോ ആയിട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ല് പ്രൊഡ്യൂസ് ചെയ്തൊരു പശ പോലെ ആക്ട് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ അത് ബഡ്ഡിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എനേബിൾ ആകുന്നത്. അപ്പോൾ എന്താണ് ബഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഒരു പ്ലാന്റിൽ നിന്നൊരു ബഡ് എടുത്ത് വേറൊരു പ്ലാന്റിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബഡ്ഡിങ്, അല്ല അതിനെ നമ്മൾ ബഡ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ എന്താണ് നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ ഒരു ബഡിനെ എടുക്കണം. ഒരു പ്ലാന്റ് നമ്മുടെ ആവശ്യമായിട്ടുള്ള ഗുണമുള്ള ഒരു പ്ലാന്റിൽ നിന്ന് ഗുണമേന്മയുള്ള ഒരു പ്ലാന്റിൽ നിന്ന് ഒരു ബഡിനെ എടുക്കുക. ആ ബഡിനെ നമ്മൾ അതിൻ്റെ വേറൊരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ എന്താ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുക, റൂട്ടുള്ള ഒരു പ്ലാന്റിൽ റൂട്ട് ചെയ്ത ഒരു പ്ലാന്റ്, ഒരു നിലത്ത് നിൽക്കുന്ന ഒരു പ്ലാന്റിൻ്റെ ബാർക്ക് നമ്മൾ മാറ്റിയിട്ട്, ബാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറന്തോല്, ആ പ്ലാന്റിൻ്റെ പുറന്തോലൊന്ന് ഇളക്കിയിട്ട് ആ ബഡിനെ അതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുകയാണ്. പിന്നെന്താണ് ഈ ബാർക്കിൻ്റെ ഈ ഫ്ലാപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ കാണാമല്ലോ, ഇത് ബാർക്കാണ്. ഈ ബാർക്കിൻ്റെ ഈ ഫ്ലാപ്പിനെ നമ്മളൊന്ന് ഇളക്കിയിട്ട് ആ ബഡിനെ അതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് അതിനെ ഒന്നെന്താണ് റാപ്പ് ചെയ്ത് വെക്കുന്ന ആ പ്രോസസ്സിനെയാണ് എന്താണ് അതിനെ ഒന്ന് റാപ്പ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അവിടുന്ന് പുതിയ ഇതുണ്ടാകുന്ന ഒരു തണ്ടുണ്ടാകുന്ന ആ പ്രോസസ്സിനെയാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ് ടു മൾട്ടിപ്ലൈ പ്ലാന്റ്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം സീഡ് വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ചെടികളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താണ് ചില ചെടിയുടെ എന്താണ് തണ്ടൊക്കെ ഉണങ്ങിക്കരിഞ്ഞ് പോയിരിക്കും അല്ലേ, അപ്പോഴത്തേനും അതിൻ്റെ റൂട്ടിനെ മാത്രം നമുക്ക് എടുത്ത് അല്ലെങ്കിൽ എന്താണ് ഡാമേജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് പാർട്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് ചില ചെടികൾ അല്ലെങ്കിൽ ചില ചെടികൾ ചില ക്ലൈമറ്റിൽ വളരത്തില്ലായിരിക്കും. ചിലപ്പോൾ ചില സോയിലിൽ ഉദാഹരണത്തിന് ഉപ്പ് കൂടുതലുള്ള സോയിലൊന്നും ചില ചെടികൾ വളരത്തില്ലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ചെടികളുടെ റൂട്ട് സ്റ്റോക്കിലോട്ട് നമുക്ക്, റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ റൂട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റിലോട്ട് നമുക്ക് വേറെ ചെടിയെ ബഡ് ചെയ്യുന്ന വഴി അങ്ങനെയുള്ള ചെടികളെ നമുക്ക് വളർത്താൻ പറ്റും. ഉദാഹരണത്തിന് കോമൺ ആയിട്ട് ഈ ബഡ്ഡിങ് ചെയ്യുന്നത് ഫ്രൂട്ട് ട്രീസ് ലൈക്ക് ആപ്പിൾസ്, പേഴ്സ്, പീച്ചസ്, ഇതൊക്കെ ഓർണമെൻ്റൽ ട്രീസ്, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി പല ടൈപ്പ് ഓഫ് ബഡ്ഡിങ് ഉണ്ട്. ഒന്ന് ഷീൽഡ് ബഡ്ഡിങ് ആണ്. ഷീൽഡ് ബഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഒരു ഷീൽഡ് പോലെ, ഒരു പരിച പോലുള്ള ഒരു ബഡിനെ എടുത്ത് ബഡ്ഡിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്ന് ടീ ബഡ്ഡിങ്ങും ഐ ബഡ്ഡിങ്ങും. വേറെ ഒന്നുമല്ല, ആ ബാർക്കിൻ്റെ ഫ്ലാപ്പ് നമ്മൾ എങ്ങനെ എടുക്കുന്ന ഒന്നാണ്. ഇവിടെ ഒരു ടീ ഷേപ്പിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഐ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യും. അങ്ങനെ എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഷീൽഡ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യമേ ഒരു ബഡിനെ ഒരു ഷീൽഡ് പോലെ എടുക്കുന്നു. ഈ ഫ്ലാപ്പ് ഇവിടെ ഇതിൻ്റെ ബാർക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നു, റൂട്ട് സ്റ്റോക്കിൻ്റെ ബാർക്ക് കട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു ഇടയ്ക്കൊരു ഫ്ലാപ്പ് ഉണ്ടാക്കുന്നു. ആ ഫ്ലാപ്പിൻ്റെ ഇടയ്ക്കോട്ട് ഈ ബഡിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ബഡിൻ്റെ ഇൻസേർട്ട് ചെയ്ത് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് നമ്മളതിനെ കവർ ചെയ്യുന്നു. ഇത് കവർ ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്, മറ്റുള്ള രോഗാണുക്കളും എല്ലാം ഈ ഓപ്പണിങ് വഴി കയറി ഇതിനെ നശിപ്പിക്കാണ്ടിരിക്കാനാണ് നമ്മൾ അല്ലെങ്കിൽ വെള്ളം വന്ന് വീണ് അഴുകിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മളിതിനെ കവർ ചെയ്യുന്നത്. പിന്നെ എന്താണ്, ചിപ്പ് ബഡ്ഡിങ് ഉണ്ട്. ഇവിടെ അതേ ബഡ്ഡിങ് തന്നെയാണ്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഈ ബഡിനെ ഒരു ചിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു കഷ്ണമായിട്ട് എടുത്തിട്ട് ആ കഷ്ണത്തെ ആയിരിക്കും നമ്മൾ അവിടെ വെക്കുന്നത്. പിന്നെ വരുന്നത് ഗ്രീൻ ബഡ്ഡിങ്, അല്ലെങ്കിൽ ഇവിടെ യൂഷ്വലി എന്താണ് പാച്ച് ബഡ്ഡിങ് എന്നും നമ്മൾ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അതായത് ഒരു പാച്ച് പോലുള്ള ഒരു ബഡ് എടുത്തിട്ടായിരിക്കും നമ്മൾ ബഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഗ്രാഫ്റ്റിംഗ് ആണ്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു ബഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ഫുള്ള് തണ്ടിനെ തന്നെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ബഡ്ഡിങ് നടത്തുന്നത് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ ടെക്നിക് ടു ജോയിൻ 2 or more പ്ലാന്റ്സ് ടുഗദർ അല്ലേ. അപ്പോൾ ഇത് അപ്പർ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്കൈൻ എന്ന് വിളിക്കും, ലോവർ പാർട്ടിന് ഇതിന് റൂട്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് വിളിക്കും. സ്കൈനും റൂട്ട് സ്റ്റോക്കും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു യൂണിയനെയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ 2-3 ടൈപ്പ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. ഒന്ന് ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ചെറിയൊരു വിള്ളലുണ്ടാക്കുക. ആ വിള്ളലുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്കൊരു ബഡുള്ള ഒരു സ്കൈനെ എടുത്ത് ഇൻസേർട്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരു സക്സസ്ഫുൾ ഗ്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേമ്പിയം ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ കേമ്പിയം ഉണ്ട്. ഈ സ്റ്റോക്കിൻ്റെ കേമ്പിയവും സ്കൈൻ്റെ കേമ്പിയവും കൂടെ ചേർന്നിട്ട് ഒരു യൂണിയൻ ഉണ്ടാവുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരുമല്ലോ നമുക്ക്. ഈ ഗ്യാപ്പിൻ്റെ അകത്തൂടെ നമുക്ക് എന്താണ് രോഗാണുക്കളൊന്നും വരാണ്ടിരിക്കാൻ ഒന്നെങ്കിൽ നമുക്ക് എന്താണ് ഒരു കവറിങ് മറ്റേ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഇട്ട് കവർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഗ്രാഫ്റ്റിംഗ് വാക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെഴുകുണ്ട്. ആ മെഴുക് ഉപയോഗിച്ച് നമുക്ക് ഈ ഗ്യാപ്പിന് ഫില്ല് ചെയ്യാൻ പറ്റും.
പിന്നെ വരുന്നത് എന്താണ് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് ആണ്. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ബാർക്ക് ബഡ്ഡിങ് ചെയ്ത പോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാർക്കിനെ ഇളക്കിയിട്ട് ആ ഒരു ഫ്ലാപ്പ് പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ സ്കൈനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യാം. ഇവിടെയും നമ്മൾ വാക്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സർഫസിനെ ഒന്ന് കവർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് സൈഡ് വെനിയർ ഗ്രാഫ്റ്റിംഗ് ആണ്. നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്നൊരു ചെറിയൊരു രീതിയിൽ നമുക്ക് ഈ കേമ്പ്യത്തെ എക്സ്പോസ് ചെയ്യുകയും അതിനുശേഷം ഒരു സൈഡിലൂടെ ഒരു സ്ലാൻഡിങ് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സ്കൈനെ വെച്ചിട്ട് ആ സ്കൈനെ എന്താണ് നമുക്കൊരു ഗ്രാഫ്റ്റിംഗ് ടേപ്പൊക്കെ ഇട്ടൊന്ന് സീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് വെനിയർ ഗ്രാഫ്റ്റിംഗ് എന്ന് കിട്ടും. അതായത് വേറെ ഒന്നുമല്ല, സൈഡിൽ കൂടെ അതായത് ഒരു പ്ലാന്റിൻ്റെ സൈഡ് വൈസ് ആയിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെയാണ് വരുന്നതാണ് സ്പ്ലൈസ് ഗ്രാഫ്റ്റിംഗ്. സ്പ്ലൈസ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്ലാൻഡിങ് ആയിട്ടുള്ള രണ്ട് കട്ട് കഴിയും. ഇത് റൂട്ട് സ്റ്റോക്കിലും എന്താണ് സ്കൈനിലും ഒരേപോലെ സ്ലാൻഡിങ് ആയിട്ടുള്ള കട്ടിങ് വെച്ചിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഗ്രാഫ്റ്റ് യൂണിയൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെയും നമ്മൾ കവർ ചെയ്ത് ഈ ഒരു രോഗാണുക്കളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട് അല്ലേ ഈ ഗ്രാഫ്റ്റിങ്ങിന്. അത് നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഡിസീസ് റെസിസ്റ്റൻ്റ് ആണ് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു എടുക്കുന്ന പ്ലാന്റ് ഗുണമേന്മയുള്ള പ്ലാന്റുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് രോഗങ്ങൾ കുറവായിട്ടുള്ള പ്ലാന്റുകളെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ ഒരു ഡിസീസ് റെസിസ്റ്റൻസ് വരും അല്ലേ. പുതിയൊരു വെറൈറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു ഉദാഹരണത്തിന് പറയുന്നതാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറ്റില്ലായിരിക്കും. അല്ലെങ്കിൽ ഒരു റൂട്ട് സ്റ്റോക്കിലോട്ട് നമുക്ക് ഒരു മാവിൻ്റെ റൂട്ട് സ്റ്റോക്കിലോട്ട് പ്ലാവിനെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് പോലെ പല ഗുണമേന്മയുള്ള ചെടികളെ ഒരുമിച്ച് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു പുതിയൊരു പ്ലാന്റിനെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഫാസ്റ്റർ ഗ്രോത്ത് ആണ്. കാരണം ഇവിടെ ഓൾറെഡി ഒരു റൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു റൂട്ടിലോട്ടാണ് നമ്മൾ ഈ സ്റ്റോക്കിനെ അല്ലെങ്കിൽ ഈ റൂട്ട് സ്റ്റോക്കിലോട്ടാണ് ഈ സ്കൈനെ നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് വേര് പിടിക്കേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു ഫാസ്റ്റർ ഗ്രോത്ത് നമുക്ക് കിട്ടാൻ പറ്റും. പിന്നെ സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ടിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഗ്രാഫ്റ്റിംഗ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ്റ്റിംഗ് ക്യാൻ സ്പ്രെഡ് ഡിസീസ് അല്ലേ. കാരണം നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ നേരത്ത് ഒരേ ഗുണമേന്മയുള്ള ചെടികളെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നിലേറെ ചെടികൾ ഒരേപോലുള്ള ഗുണമേന്മയുള്ളതായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരെണ്ണത്തിന് ഒരു ഡിസീസ് വന്നാൽ എല്ലാത്തിനും ആ ഡിസീസ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ഡിസീസ് റെസിസ്റ്റൻസ് ഒരുപോലെ ആയിരിക്കും. പിന്നെ ഗ്രാഫ്റ്റിംഗ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലുള്ള ഒരേ കുടുംബത്തിൽപ്പെട്ട ചെടികളെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു തെങ്ങിനെ എടുത്ത് മാവിലോട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഗ്രാഫ്റ്റ് അവിടെ വർക്ക് ആകില്ല. അപ്പോൾ നമുക്ക് ഒരേപോലുള്ള ഗുണമേന്മയുള്ള ഒരേ കുടുംബത്തിൽ വരുന്ന ചെടികളെയൊക്കെ നമുക്ക് ഒരുമിച്ച് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതായത് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു കോസ്റ്റ് അതിൻ്റെ പിന്നിലൊരു മാനുവൽ ലേബർ ഉണ്ടാവും. പിന്നെ ഈ ഗുണമേന്മയുള്ള ഒരു സ്റ്റോക്ക് കിട്ടാൻ അല്ലെങ്കിൽ ഒരു സ്കൈൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൈസിങ് വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ടെക്നിക്കൽ സ്കില്ല് വേണം. എല്ലാവരെ കൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാഫ്റ്റിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പിന്നിലൊരു നല്ല നോളജ് വേണം, നല്ലൊരു സ്കില്ല് വേണം. ഇത്രയും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇത്രയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ലെയറിംഗ് ആണ്. ലെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഉള്ള ഒരു പ്ലാന്റിനെ ബെൻഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് റൂട്ട് വളർത്തിയിട്ട് ആ ബെൻഡ് ചെയ്ത് മണ്ണിലോട്ട് വെച്ചിട്ട് അതിവിടെ റൂട്ട് വളർത്തി ആ റൂട്ടിനെ വേർപെടുത്തി രണ്ട് പ്ലാന്റ് ഉണ്ടാക്കുന്നതാണ് ഈ ലെയറിംഗ് എന്ന് പറയുന്നത്. അതിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഗ്രൗണ്ട് ലെയറിംഗ് ഉണ്ട്, എയർ ലെയറിംഗ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇത് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2-3 ടൈപ്പ് ഉണ്ട്. ബറിയിങ് എ സ്റ്റം ഓഫ് എ പ്ലാന്റ് ടു എൻകറേജ് റൂട്ട് ഗ്രോത്ത് ആണ് ഈ ലെയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് സിമ്പിൾ ലെയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാന്റിനെ വളച്ചിട്ട്, അതായത് യൂഷ്വലി ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റെമ്മുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനെ വളച്ച് ഒരു മണ്ണിലോട്ട് മുട്ടിച്ച് അവിടെ മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ റൂട്ട് വരും. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട്
അതിനെ ഒരു സെപ്പറേറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഈ സിമ്പിൾ ലെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഒരു തണ്ടിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് സിമ്പിൾ ലെയറിങ്. അപ്പോൾ നമ്മളൊരു ഹുക്ക് പോലുള്ള എന്തെങ്കിലും വെച്ചിട്ട് എന്താണ് ഈ പ്ലാന്റിനെ ഒന്ന് ഫേമായിട്ട് ഈ സോയിലുമായിട്ടൊന്ന് നമുക്ക് വെക്കാൻ പറ്റും. സിമ്പിൾ ലെയറിങ് അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ടിപ്പ് ലെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൻ്റെ ടിപ്പായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് പുതിയ പ്ലാന്റ് വരും. അത് കോമ്പൗണ്ട് ലെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ലെയറിംഗ് പ്രോസസ്സ് തന്നെ മൾട്ടിപ്പിൾ സൈറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിനെ കോമ്പൗണ്ട് ലെയറിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഇതിനെ സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് വിളിക്കും. കാരണം ഒരു പാമ്പ് ഇങ്ങനെ എഴഞ്ഞു പോകുന്ന ഒരു പ്രതീതി തോന്നുന്നതുകൊണ്ട് നമുക്കതിനെ സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്നും വിളിക്കാം. പിന്നെ വരുന്നത് മൗണ്ട് ലെയറിംഗ് ആണ്. ഇപ്പോൾ മൂന്നോ നാലോ ബ്രാഞ്ച് ഉള്ള ഒരു ചെടിയാണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ആ ചെടിയുടെ ആ ബ്രാഞ്ചസിലോട്ട് നമ്മൾ ഈ മണ്ണിങ്ങനെ കൂട്ടിയിട്ട് അതിനകത്ത് ഓരോ ബ്രാഞ്ചിലും എന്താണ് റൂട്ട് വരികയും ഈ ഓരോ ബ്രാഞ്ചിനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ലെയറിങ് നമുക്ക് ഗ്രൗണ്ട് ലെയറിങ് എന്ന് പറയുന്നത്. ഇനി എയർ ലെയറിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്രാഞ്ച് ഏരിയലായിട്ടുള്ള അല്ലെങ്കിൽ വലിയ മേളിലോട്ടുള്ള കാണപ്പെടുന്ന ഒരു ബ്രാഞ്ചിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു റൂട്ടിങ് പ്രൊമോട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ചെറിയ ഗ്യാപ്പിൽ നമ്മൾ ഇതിൻ്റെ കേമ്പ്യത്തെ അല്ലെങ്കിൽ സ്റ്റെമ്മിനെ ഒന്ന് റിമൂവ് ചെയ്ത് വെക്കും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നൊരിതുണ്ട്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ചകിരിച്ചോറ് അങ്ങനെയുള്ള ഈ റൂട്ട് വളരാൻ ആവശ്യമായിട്ടുള്ളൊരു മീഡിയ, അല്ലെങ്കിൽ വെള്ളത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ശേഷിയുള്ള മീഡിയ നമ്മൾ വെച്ച് ഡ്രസ്സ് ചെയ്യും. അതിൻ്റെ അകത്ത് നമുക്ക് അതിന് മുമ്പ് നമുക്കിവിടെ ഒരു റൂട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹോർമോൺ വെച്ചൊന്ന് കെമിക്കൽ വെച്ചൊന്ന് നമുക്കൊന്ന് ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ചകിരിച്ചോറ് പോലുള്ള ഇതെല്ലാം എല്ലാം വെച്ച് നമുക്കൊന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, റൂട്ട് വളരാനുള്ള സാധ്യതയുണ്ടാവും അല്ലേ. അങ്ങനെ റൂട്ട് വളർന്ന് ഇങ്ങനെ വരുന്ന തണ്ടിൽ നമുക്ക് റൂട്ട് ക്രിയേറ്റ് ചെയ്യും. ആ റൂട്ടുള്ളതിനെ നമുക്ക് മുറിച്ചെടുത്ത് നമുക്ക് പുതിയൊരു പ്ലാന്റായിട്ട് മാറ്റുകയും ചെയ്യാം. ഇതിനെയാണ് നമ്മൾ എയർ ലെയറിംഗ് എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ പ്രൊപ്പഗേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷനാണ്, ക്യുക്കാണ്. സെക്ഷൽ റീപ്രൊഡക്ഷനെ കഴിഞ്ഞ് ക്യുക്കായിട്ട് നമുക്ക് പ്ലാന്റിനെ ഉണ്ടാക്കാം. എനർജി എഫിഷ്യൻ്റ് ആണ് അല്ലേ. വിത്ത് മുളയ്ക്കണമെങ്കിൽ, വിത്ത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലൊക്കെ പ്ലാന്റിന് ഒരുപാട് എനർജി ആവശ്യമായിട്ട് വരും. അതിവിടെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് അല്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, പ്ലാന്റിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഗുണമേന്മയുള്ള ഒരു ചെടിയിൽ നിന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ പ്രൊപ്പഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചെടികൾ, ഒരേ ഗുണമുള്ള ചെടികൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി കുറവായതുകൊണ്ട് ഡിസീസ് അങ്ങനെയുള്ളതൊക്കെ വരാനുള്ള കാരണമാകും. ഒരു പുതിയൊരു ഗുണമേന്മയുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗുണം നമുക്ക് പുതിയതായിട്ട് സൃഷ്ടിക്കാൻ പറ്റില്ല. പിന്നെ ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള ചേഞ്ചസ് ഈ ഗ്രാഫ്റ്റിംഗ് മൂലം വരാം. അന്നേരത്തേനും ഇതിൻ്റെ ഗുണത്തെ ബാധിക്കുന്നതായിരിക്കും. പിന്നെ ഡിസീസ് പെട്ടെന്ന് പിടിക്കാം. ഒരെണ്ണത്തിന് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് പ്രകൃതിയിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ഇത് അഡാപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ സസെപ്റ്റബിൾ ആകാൻ പ്രശ്നമായിരിക്കും. പിന്നെ റിസോഴ്സ് കോമ്പറ്റീഷൻ, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സിനെ എല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ ഒരുപാട് പ്ലാന്റ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരേപോലെ ഇത് വെള്ളവും ഇതെല്ലാം വളമെല്ലാം വലിച്ചെടുക്കുന്നതുകൊണ്ട് ഈ റിസോഴ്സിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത്രയാണ് നമ്മളുടെ ആർട്ടിഫിഷ്യൽ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ് പോലുള്ള രീതിയിൽ നമ്മൾ ചെടികളെ വളർത്താനുള്ള ഒരു രീതിയെക്കുറിച്ച് പറഞ്ഞത്. താങ്ക് യു.